നമുക്കിന്ന് കുറച്ച് ചക്കപ്പഴം കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ചക്കപ്പഴം വെച്ചിട്ടൊരു പഴയകാല ഒരു പലഹാരം ഉണ്ടാക്കി നോക്കിയാലോ? പണ്ട് മിക്ക വീടുകളിലും ചക്ക സീസൺ ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മധുരപലഹാരമാണ് ഈ കുമ്പിളപ്പം. അപ്പം നമുക്കിന്ന് ഈ കുമ്പിളപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാവേ. കുമ്പിളപ്പം നമ്മൾ വരിക്കച്ചക്കയും കൊണ്ടും കൂഴച്ചക്കപ്പഴം കൊണ്ടും ഉണ്ടാക്കാറുണ്ട്. ഇവിടെ ഇപ്പോൾ വരിക്കച്ചക്കപ്പഴമാണ്. നമ്മൾ ആ ചക്കപ്പഴം എല്ലാം കൂടെ നല്ല രീതിയിൽ അടർത്തി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് വേണ്ടത് കുറച്ച് തേങ്ങ ചിരണ്ടിയതാണ്. തേങ്ങയൊക്കെ നമ്മുടെ ടേസ്റ്റിന് ആവശ്യം പോലെ എടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായത് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ജീരകം വേണം, ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക വേണം. പിന്നെ കുറച്ച് ടേസ്റ്റ് കൂട്ടാനായിട്ട് നമ്മൾ തേങ്ങയുടെ പീസസും എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കുമ്പിളില. ഇവിടെ ഇതിന് കുമ്പിളിലയെന്നും പറയും, വൈഷ്ണയിലയെന്നും പറയുവേ. നിങ്ങളുടെ അവിടെ എന്താ ഇതിന് പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നമ്മൾ വറുത്ത റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങയുടെ പീസ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത് ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാവേ. ആ നെയ്യിൽ മൂത്ത തേങ്ങയുടെ പീസസ് കുമ്പിളപ്പത്തിൽ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാട്ടോ വരുന്നത്. നന്നായിട്ട് നമ്മുടെ തേങ്ങ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ചക്കപ്പഴം മിക്സിയിലൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാവേ. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലിരിക്കുവേ. ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം റവ ഇടുന്നുണ്ട്. ഇനി ആ റവയിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാവേ. വളരെ കുറച്ച് മതി, കാരണം ഇത് ഓൾറെഡി ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പം സ്വീറ്റ് എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്ത് വെച്ച് നമ്മുടെ തേങ്ങയുടെ പീസസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഏലക്കായും ജീരകവും കൂടി പൊടിച്ചത് ചേർത്ത് കൊടുക്കാവേ. ഏലക്കയും ജീരകവും നന്നായിട്ട് പൊടിയാനായിട്ട് ഒരു കുറച്ച് പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എങ്കിലേ അത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുകയുള്ളൂ. അല്ലാതെ മധുരത്തിന് വേണ്ടി നമ്മൾ ശർക്കര ആട്ടോ എടുക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ചിരണ്ടി വെച്ച തേങ്ങയോടെ ചേർത്ത് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ നേരത്തെ കണ്ട ശർക്കര പാനിയാക്കിയതാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അത് നമ്മൾ അരിച്ചാണ് ഒഴിക്കുന്നത്. വല്ല കല്ലോ കട്ടയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അരിച്ചാട്ടോ നമ്മൾ ഒഴിക്കുന്നത്. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചക്കപ്പഴവും കൂടെ ചേർത്തിത് നന്നായിട്ട് മിക്സ് ചെയ്യണേ. അപ്പം ചക്കപ്പഴത്തിനും മധുരം ഉണ്ടാവും, ശർക്കരയുടെ പാനി അതനുസരിച്ച് വേണം കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മുടെ മധുരത്തിനും ടേസ്റ്റിനും അനുസരിച്ചാട്ടോ ശർക്കരപ്പാനിയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണേ. നല്ല രീതിയിൽ മിക്സാക്കി എടുക്കണം. ആ റവയും ചക്കപ്പഴവും ശർക്കരയും ഏലക്കായും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു 15 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. എല്ലാം നന്നായിട്ടൊന്ന് കുതിർന്ന് മിക്സ് ആവാനായിട്ടാട്ടോ നമ്മൾ ഈ റെസ്റ്റിംഗ് പീരീഡ് വെച്ചേക്കുന്നത്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ കുമ്പിളില എടുത്ത് ഇതുപോലെ കൂട്ടി നമ്മുടെ ഈ മിക്സ് അതിനകത്ത് ഈ കാണുന്ന പോലെ നിറച്ച് കൊടുക്കാവേ. ആ കുമ്പിളിൽ കൊള്ളുന്ന രീതിക്ക് നമുക്ക് ആ മിക്സ് അതിലേക്ക് നിറച്ച് കൊടുത്തിട്ട് ഇങ്ങനെയൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കണേ. ഇപ്പോൾ ആവശ്യത്തിന് നമ്മൾ നിറച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഇലയുടെ ഞെട്ടുവശം കൊണ്ട് തന്നെ ഇത് നമുക്കിങ്ങനെ അടച്ചു വെക്കാം കേട്ടോ. ഇപ്പോൾ നല്ല കുമ്പിളിൻ്റെ ഷേപ്പായിട്ടില്ലേ. ഇനി അടുത്തത് നമുക്ക് അതുപോലെ ചെയ്യാവേ. കുമ്പിൾ കൂട്ടി നമ്മുടെ മിക്സ് അതിലേക്ക് നിറച്ച് വീണ്ടും ആ ഞെട്ട് കൊണ്ട് തന്നെ നമ്മൾ അടച്ചു വെക്കാവേ. അങ്ങനെ ഓരോന്നും നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. കണ്ടോ, നല്ലൊരു ഷേപ്പ് തന്നെ വന്നിട്ടില്ലേ കുമ്പിൾ കുത്തിയതിൻ്റെ. അങ്ങനെ എല്ലാം ചെയ്തെടുക്കാവേ. കുമ്പിൾ കുത്താൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും, എന്നാലും ഞാൻ ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാവേ. ഈ കാണുന്ന പോലെ മടക്കി കണ്ടോ, ഈ ഒരു ഷേപ്പ് വരണം. എന്നിട്ട് നമ്മുടെ മിക്സ് അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണേ. ഇങ്ങനെ ടൈറ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. അങ്ങ് നിറഞ്ഞു വരുന്ന രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ആ ഇലയുടെ ഞെട്ടുവശം കൊണ്ട് തന്നെ നല്ല രീതിയിലൊന്ന് ടൈറ്റായിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളെല്ലാം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കുമ്പിളിലയുടെ ആ ഒരു ഫ്ലേവറും കൂടി വരുമ്പോഴത്തേനും ഇതിന് അടിപൊളി ടേസ്റ്റാണ് ഈ കുമ്പിളപ്പത്തിന്. എല്ലാം അങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആവി കയറ്റി ഇത് വേവിക്കണം. അതിനായിട്ട് നമ്മളൊരു അപ്പച്ചമ്പിൻ്റെ തട്ടാട്ടോ ഉപയോഗിക്കുന്നത്. അതിലേക്ക് വെള്ളം നിറച്ചിട്ട് തട്ടയിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ കുമ്പിളെല്ലാം നിരത്തി അടുക്കി വെച്ച് കൊടുക്കാവേ. അപ്പോൾ എല്ലാം നമ്മൾ അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് ആവി കയറ്റി വേവിക്കണം. ആവി കയറി ആ കുമ്പിളിൽ നല്ലതായിട്ട് വാടുമ്പോൾ അതിൻ്റെ ആ ഫ്ലേവർ നമ്മുടെ മാവിലേക്ക് വന്ന് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കഴിക്കാൻ തോന്നുന്ന സ്മെല്ലാട്ടോ അത് നമ്മൾ ഉണ്ടാക്കുമ്പം. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാവേ. ഇതിപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാവേ. കണ്ടോ, ആ ആവിയൊക്കെ നന്നായിട്ട് വന്ന് ഇപ്പോഴേ ആ ചക്കപ്പഴത്തിൻ്റെ ആ മധുരത്തിൻ്റെ ആ കുമ്പിളിലയുടെ ഒക്കെ നല്ലൊരു ഫ്ലേവർ നമ്മുടെ മൂക്കിലേക്ക് വരുന്നുണ്ട്.
അപ്പം തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. ഇനി നമുക്ക് വെന്തോന്നൊന്ന് കുറച്ചെടുത്ത് നോക്കാവേ. ആ കുമ്പിളില വാടിയ നല്ല സ്മെല്ല് വരുന്നുണ്ട്. നമുക്കൊന്ന് കുറച്ച് വെന്തോന്ന് നോക്കാവേ. അതാ ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുമ്പിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം കേട്ടോ. നോക്കിയാൽ നമ്മുടെ കുമ്പിൾ നല്ല അടിപൊളിയായിട്ട് വെന്ത് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പം തന്നെ അത് കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിലും കുറച്ചൊന്ന് ആറിയിട്ട് കഴിക്കുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഫ്ലേവർ വരുന്നത്. അപ്പോൾ ചക്കപ്പഴം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ താഴെ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.